മമ്മൂട്ടി വിളിച്ചു എന്നൊരു മമ്മൂക്ക വിളിച്ചു എന്ന് അറിഞ്ഞു. എന്താണ് ശരിക്കും അതൊരു എന്താ പറയാ പേഴ്സണൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം അങ്ങനെ പറയാ. കാരണം എന്താ പറയുക കാണും മുഖല്ലേ. ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു സംഭവമാണ്. കാരണം ഞാനൊരു പ്രൊമോഷൻ വീഡിയോ കോട്ടക്കൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഇറങ്ങണ നേരത്താണ് എൻ്റെ ഫോണിൽ ഒരു ഇത് മെസ്സേജ് വരുന്നത് വാട്സപ്പിൽ, ഐ ആം ബിഗ് ഫാൻ. ഒരാൾ ടൈപ്പ് ചെയ്ത് വിട്ടേക്കണ്. ഇന്ത്യയിൽ ഐ ആം ബിഗ് ഫാൻ ഫസ്റ്റ് ലെറ്റർ. ഞാൻ പറയിട്ട് വിട്ട്. കാരണം അങ്ങനെ കുറേ ആൾക്കാർ ഒരുപാട് പേരിലുണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് വീട്ടിൽ അതിലൊരാൾ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഫോണിക്ക് ഒരു ഐ ആം ബിഗ് ഫാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അതിന് റിപ്ലൈ കൊടുക്കുകയായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞു, സാർ എന്നെ വിട്ടാളി, ഞാൻ അങ്ങനത്തിനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്. സാർ എന്നെ വിട്ടാളി, ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുക്കൂലായിരുന്നു. ഞാൻ ഫോൺ വെച്ച്. രണ്ടാമത് പിന്നെ ഹായ് ലാലാന്നോ ഒന്നും കൂടെ വിട്ട്. അതിൽ പിന്നെ എനിക്ക് വിളിച്ച്, എടാ അതിന് റിപ്ലൈ കൊടുക്കടാ, എനിക്ക് ഉപകാരമുള്ള സംഭവമാണെടാ. അതിൽ സാർ എന്നെ വിട്ടാളി, അങ്ങനെ ട്രാപ്പിൽ എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതേ പറഞ്ഞത്, സത്യം അതേ പറഞ്ഞത്. ഇനി ട്രാപ്പിൽ എനിക്കതിനൊന്നും താല്പര്യമില്ല, വിട്ടാളി, നമ്മളെ വിട്ടാളി എന്ന് പറഞ്ഞു. അതിൽ നമ്പർ കണ്ടിട്ട് മനസ്സിലാവണം ചേട്ടാ പൊട്ടാന്ന് വിളിച്ചിട്ടുണ്ട് ആള്. അതിൽ ഞാൻ നോക്കുമ്പോണ്ട് ലാസ്റ്റ് പറയാൻ പറ്റുമോ, ലാസ്റ്റ് നമ്പർ അത് നമുക്ക് ഒരു ഫേമസ് നമ്പർ. അതിൽ ഞാൻ അയ്യോ മമ്മൂക്കയാണോ ചോദിച്ചു. ആടാ എൻ്റെ മുന്നിൽ നിന്നാണ് ടൈപ്പ് ചെയ്യണത് പറഞ്ഞു. എൻ്റെ മുന്നിൽ നിന്നാണ് ടൈപ്പ് ചെയ്യുന്നത്, റിപ്ലൈ കൊടുക്കുക പറഞ്ഞോട്. അതിൽ ഹൈ സാറെന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട്. പിന്നെ അവിടെ അപ്പോൾ എന്തോ കളങ്കാവലിൻ്റെ ഡബ്ബിങ്ങിലാണ്. അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് മറ്റേ ആള് അല്ല മറ്റേ ആള് അങ്ങനെ മറ്റേ ഡബ്ബിങ്ങിന് സാറ് സ്റ്റുഡിയോക്ക് ഡബ്ബ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വീഡിയോ കോൾ വന്നു. ഇങ്ങനെ വന്നിട്ട് അവിടെ ഡബ്ബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു, ഞാനാ വിളിക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എവിടെ നിൽക്കുന്നത് വെച്ചാൽ അവിടെ നിൽക്കുക, വീട്ടിലും പോകല്ലേ, 5 മിനിറ്റ് കൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കുന്നതാണ്. അങ്ങനെ എനിക്കൊരു കോൾ വന്നു. അത് ഒരു എന്താ പറയാ, അയ്യോ വേറൊരു കാര്യം, ഒരു 1.5 മൊമെന്റ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഞാൻ എനിക്കൊന്നും. പക്ഷെ ആ നേരത്തെ ഞാൻ ഇല്ല ഓൻ പോയിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് പോയി. ഞാൻ അങ്ങനെ പോവലില്ല സാധാരണ. അത് ആ കോള് വന്നിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് സൗണ്ട് കേട്ടാ അറിയാലോ. പിന്നെ എനിക്ക് കാണിച്ചൊന്നും ചെയ്തല്ലോ. അതിൽ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ അതിനെക്കുറിച്ച് സംസാരം, അപ്പോൾ മറ്റേ വണ്ടിയിൽ നിന്ന് സംസാരിച്ചിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിരുന്നു, സൈന മീഡിയ എന്ന് നമ്മൾ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞതല്ല. അപ്പോൾ ആ വീഡിയോ ഫേമസ് ആയതിനു ശേഷം ഒരുപാട് ആൾക്കാർ എനിക്ക് വിളിച്ചിട്ടുണ്ട്. പക്ഷേ സെലിബ്രിറ്റികൾ ആരും വിളിച്ചില്ല, പക്ഷെ മമ്മൂക്ക വിളിച്ചു. അതിനപ്പുറത്തൊക്കെ ഞാൻ ആരും വിളിക്കാമല്ലോ.